ഷാനിടുമ്മൻ്റെ അമ്മ കൂടി നമ്മോടൊപ്പം ചെയ്യുന്നുണ്ട്. മറിയാമ്മ, നമസ്കാരം. ഞാൻ നേരത്തെ സംസാരിക്കുകയായിരുന്നു, എല്ലാവരും അപ്പയാണ് പ്രതീക്ഷിക്കുന്നത് മകനിൽ നിന്ന് പ്രവർത്തനത്തിൻ്റെ രീതിയിലൊക്കെ. അപ്പോൾ ആ വിധത്തിലുള്ളൊരു പ്രഷർ മകനിലേക്ക് വരുന്നതായിട്ട് ആ സമയം തൊട്ടിട്ട് ഇപ്പോൾ ഏകദേശം 1.5 വർഷം ആവുന്നു. അത് ഫീൽ ചെയ്യുന്നുണ്ടോ? അങ്ങനെ ഒരു പ്രഷർ ഉണ്ട്. മകനോട് പറഞ്ഞിരുന്നോ അപ്പയാണ് നിന്നെ പ്രതീക്ഷിക്കുക, നിന്നിൽ പ്രതീക്ഷിക്കുക, അങ്ങനത്തെ ഒരു സംസാരം ഉണ്ടായിട്ടുണ്ടോ മകനായിട്ട്? ഞാൻ ചിലപ്പോഴൊക്കെ പറഞ്ഞിട്ടുണ്ട്. മോൻ കേട്ടിട്ടുണ്ടോയെന്ന് എനിക്കറിയത്തില്ല. മോൻ ഉമ്മൻചാണ്ടിയാണത്, ബുദ്ധിമുട്ടാണ്. പക്ഷെ അതിന് കഴിയുന്നത്ര ആകാൻ ശ്രമിക്കണം. എല്ലാവരും ഇപ്പോൾ പാർട്ടിക്കപ്പുറം അല്ലെങ്കിൽ മതത്തിനപ്പുറം ഒക്കെ ഇത്രയധികം ജനങ്ങളിലേക്ക് ഇറങ്ങിച്ചെന്നിട്ടുണ്ടായിരുന്നൊരു നേതാവില്ലായിരുന്നു ഒരേപോലെ സമ്മതിക്കുക, അല്ലെങ്കിൽ ഒരു 4 മണിക്കൂർ കൊണ്ട് എത്തേണ്ട ഒരു സ്ഥലത്തേക്ക് ആ യാത്ര 28 മണിക്കൂറിനകത്ത് നീളുക. ആ ദിവസങ്ങൾ ശരിക്കും നിങ്ങളുടെ ഹൃദയത്തിലേക്ക് ഈ മനുഷ്യൻ്റെ ഒരു വലിപ്പം ഒന്നുകൂടി ചേർത്ത് വെച്ച ദിവസങ്ങളായിരുന്നു. അല്ല, തീർച്ചയായിട്ടും ഇത്രയും ആളുകൾ വരുമ്പോൾ അദ്ദേഹത്തിനോടുള്ള സ്നേഹം ചിലർ കരഞ്ഞുകൊണ്ട് ചിലർ ചിരിച്ചുകൊണ്ടാണ് സ്വീകരിച്ചത്. അപ്പോൾ എനിക്ക് പലപ്പോഴും അത്ഭുതം തോന്നി, എന്തുകൊണ്ടായിരിക്കും ഇവർ ചിരിക്കുന്നത്? കാരണം അവരുടെ മനസ്സിൽ മരിക്കുന്നില്ല. അപ്പോൾ അത് എന്നും നിലനിൽക്കുന്ന ഒരു വിഷ്വലായി അദ്ദേഹത്തിൻ്റെ മുഖം പതിഞ്ഞു നിൽക്കുന്നു എന്നുള്ളതാണ് അതിൻ്റെ ഇൻഡിക്കേഷൻ. അപ്പം അതുകൊണ്ട് അദ്ദേഹം മരിക്കാത്ത ഒരു വ്യക്തിയായിട്ട് ഈ സമൂഹത്തിൽ തുടരുന്നതാണ് ഇന്നും ആ കല്ലറയിൽ ആളുകൾ നിരന്തരമായി വരുന്നത്. ഈ ഉമ്മൻചാണ്ടി സാറിൻ്റെ ഒരു ട്രൈറ്റ് ആയിരുന്നു, അദ്ദേഹം മുടി വെട്ടിയിരുന്നത് പലപ്പോഴും മാം പറഞ്ഞപ്പോഴായിരുന്നു. മുടി അങ്ങനെ ചെയ്യാറില്ലായിരുന്നു. അപ്പം മകന് ഏറെക്കുറെ അതുപോലെയൊക്കെ തന്നെയാണ് മുടി വെച്ചിരിക്കുന്നത്. ഇത് ഇങ്ങനെ സംഭവിച്ചു വരുന്നതാണോ തലമുറ ശേഷം? അവിടെ തമ്മിൽ വ്യത്യാസമുണ്ടല്ലോ. ഉമ്മൻചാണ്ടിക്ക് മുടി വെട്ടിക്കൊടുത്തത് ഞാനായിരുന്നു, എനിക്ക് സ്ട്രോക്ക് വരുന്നത് വരെ. ഉമ്മൻചാണ്ടി എന്നും ഇങ്ങനെ ചെയ്യും, ഒരു ചീകി ചെയ്യും രാവിലെ കുളിച്ചേച്ച്. അപ്പം കണ്ണാടി നോക്കത്തില്ല, കുഞ്ഞൊരിക്കലും കണ്ണാടി നോക്കാറില്ല. ചാനോ കണ്ണാടി നോക്കും, മുടി ചീകത്തില്ല. അതാണ് വ്യത്യാസം. എന്താണ് ആ മുടി ചീകലും ആയിട്ട് ഇത് ഒരുപാട് ആളുകൾ പല രീതിയിൽ വ്യാഖ്യാനിച്ചിട്ട് വരെ ഉണ്ട്. അതിപ്പോൾ ഞാൻ കൊച്ചിലോട്ട് അങ്ങനെ ഇപ്പം അത് വ്യാഖ്യാനിച്ച് അവർ വ്യാഖ്യാനിച്ചോട്ടെ, എനിക്കിപ്പോൾ എന്ത് ചെയ്യാൻ പറ്റും അക്കാര്യത്തിൽ?